കർണാടക നിയമസഭയിൽ RSS ഗാനം പാടി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ശീതകാല സമ്മേളനത്തിനായി സഭ ചേർന്നപ്പോഴാണ് ശിവകുമാർ RSSന്റെ ഗണഗീതം ചൊല്ലിയത്. നമസ്തേ സദാവത്സലേ മാതൃഭൂമി അധ്യക്ഷയാ ഹിന്ദുഭൂമി സുഖം വർദ്ധിതോഹം മഹാമംഗലೇ. ನಾನು KCA ಮೆಂಬರು, ಸೆಕ್ರೆಟರಿ, ನನ್ನ ಚೈಲ್ಡ್ಹುಡ್ ಫ್ರೆಂಡು, ಅಲ್ಲಿರೋರೆಲ್ಲ ಬೇಕಾದವರು. ನಾನು ಬೆಂಗಳೂರು ಮಿನಿಸ್ಟ್ರು, ಏರ್ಪೋರ್ಟ್ಗೂ ಹೋಗಿದ್ದೀನಿ, ಸ್ಟೇಡಿಯಂಗೂ ಹೋಗಿದ್ದೀನಿ, ಕನ್ನಡ ಬಾವುಟನೂ ಹಿಡಿದಿದ್ದೀನಿ. ന്യൂസ് ഡെസ്കിൽ നിന്ന് രശ്മി ചേരുകയാണ്. രശ്മി, കർണാടക നിയമസഭയിലാണ് ഇപ്പോൾ DK ശിവകുമാർ RSSന്റെ ഗണഗീതം ചൊല്ലിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഈ രീതിയിൽ RSSന്റെ ഒരു പാട്ട് നിയമസഭയിൽ ചൊല്ലിയത്? കഴിഞ്ഞ ദിവസം ചേർന്ന നിയമസഭയിലാണ് DK ശിവകുമാർ RSSന്റെ ഗാനം, RSSന്റെ ആന്തം എന്നറിയപ്പെടുന്ന ഗാനം നിയമസഭയിൽ ചൊല്ലിയത്. RCB ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ RCBയുടെ വിജയാഘോഷത്തിനിടെയുണ്ടായ അപകടത്തെ പറ്റിയുള്ള ചർച്ച നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. പ്രതിപക്ഷ നേതാവ് ഇതിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കുകയും ഇവർ തമ്മിലുള്ള വാഗ്വാദം മുറുകുകയും ചെയ്തപ്പോൾ ശിവകുമാർ പറയുകയാണ്, RSSന്റെ എല്ലാ ഞാൻ പഠിച്ചത്, എൻ്റെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വന്നത് RSS സ്കൂളിൽ നിന്നല്ല, എൻ്റെ പ്രത്യയശാസ്ത്രം അതല്ലെന്ന് ശിവകുമാർ പറയുകയും അതേസമയം പ്രതിപക്ഷ നേതാവ് അശോക പറയുകയാണ്, അങ്ങ് തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അങ്ങ് RSS ശാഖയിൽ പോയിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഇതോടെയാണ് സഭയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം RSSന്റെ ഗാനം ചൊല്ലുന്നത്. ഇതിന് പിന്നാലെ അദ്ദേഹം വിശദീകരണമായി രംഗത്തെത്തിയിരുന്നു. എൻ്റെ എതിരാളിയെക്കുറിച്ചുള്ള അറിവ് എത്രമാത്രമാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ദേശീയഗാനം ചൊല്ലിയത്, അതിനപ്പുറത്തേക്ക് ആശയപരമായിട്ടുള്ള ഒരു മാറ്റമല്ല ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ നമുക്കറിയാം, 2023 തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സിദ്ധരാമയ്യയും DK ശിവകുമാറും ഒരുപോലെ മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിൽ ഈ വർഷം പകുതിയോടെ അല്ലെങ്കിൽ ഈ വർഷം അവസാനമാകുന്നതോടെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദം ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിന് കൈമാറുമെന്ന അഭ്യൂഹങ്ങളും അത്തരത്തിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം നിയമസഭയിൽ ഈ RSSന്റെ ഗാനം ചൊല്ലുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇനി മുഖ്യമന്ത്രി പദം തനിക്ക് വെച്ച് നീട്ടിയില്ലെങ്കിൽ താൻ ഉടൻ തന്നെ BJPയിലേക്ക് പോകുമെന്ന സൂചനയാണോ ഈ പാട്ടിലൂടെ DK ശിവകുമാർ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആളുകൾ ചോദിക്കുന്നത്. രശ്മി, ഒരു ഭാഗത്ത് ശശി തരൂർ മോദി സ്തുതിയുമായി നിൽക്കുന്നു, ഒരു ഭാഗത്ത് ഇപ്പോൾ DK ശിവകുമാർ RSSന്റെ ഗണഗീതം ചൊല്ലുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഏതാണ്, RSS ഏതാണ്, BJP ഏതാണ് എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രശ്മി, അതെ ശബി, നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ് ഇഷ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അമിത്ഷായോടൊപ്പം വേദി പങ്കിടുന്ന DK ശിവകുമാർ. അന്ന് അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത്, ഇത്തരത്തിലുള്ള ആശയങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല, എന്നാൽ ഒരു ഹിന്ദു വിശ്വാസി എന്ന നിലയിലാണ് ഞാൻ ആ വേദി പങ്കിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കിടെ BJP തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. മഹാരാഷ്ട്രയിൽ നമുക്കറിയുന്നത് പോലെ ശിവസേന പൊളിച്ചു വന്ന ഏകനാഥ് ഷിൻഡെയുടെ പിൻഗാമിയായാണ് ഞങ്ങൾ BJPക്കാർ ശിവകുമാറിനെ കാണുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഭാവിയിൽ ഏകനാഥ് ഷിൻഡെയുടെ പിൻഗാമിയായാണ് ഞങ്ങൾ DK ശിവകുമാറിനെ പരിഗണിക്കുന്നൊരു വിവാദ പ്രസ്താവന BJP നടത്തിയിരുന്നു. എന്നാൽ ആശയപരമായി ഞാനിപ്പോഴും അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരനാണെന്നാണ് അന്ന് ആ വിവാദങ്ങൾക്ക് മറുപടിയായി DK ശിവകുമാർ ഉത്തരം പറഞ്ഞത്. കർണാടക നിയമസഭയിൽ കോൺഗ്രസ് നേതാവും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ RSSന്റെ ഗണഗീതം പാടിയിരിക്കുന്നു. വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ RSS സ്നേഹം. രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.